ഹലോ ഹായ് വെൽക്കം ടു കുട്ടി സ്റ്റോറീസ്. അപ്പോൾ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ILR അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സെപ്റ്റംബർ 8 ഒരു ഡിബേറ്റ് നടന്നിട്ടുണ്ടായിരുന്നു റിഗാർഡിംഗ് ദ ILR സെറ്റിൽമെൻറ്റ്. അപ്പം അതിനോടനുബന്ധിച്ച് ഇപ്പം ഹോം അഫയേഴ്സ് കമ്മിറ്റി ഒരു എന്താ പറയുക പബ്ലിക് കൺസൾട്ടേഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ അതിൽ ബേസിക്കലി പബ്ലിക് കൺസൾട്ടേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരിക്കും. വൺസ് ഇത് പബ്ലിഷ് ചെയ്തതിന് ശേഷം ഗവൺമെൻറ് ഇതിൻ്റെ റെസ്പോൺസസിനായിട്ട് വെയിറ്റ് ചെയ്യും. ആൻഡ് ഇതിനകത്ത് റെസ്പോണ്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റീസ്, അതുപോലെ തന്നെ മെമ്പേഴ്സ് ഓഫ് ദ പബ്ലിക്, അതുപോലെ പാർലമെൻ്ററി കമ്മിറ്റി, പിന്നെ ഓർഗനൈസേഷൻസ് ആൻഡ് ഡിഫറെൻറ്റ് കമ്മിറ്റീസ് ഇൻ ദ UK. സോ UK ഹോം അഫയേഴ്സ് കമ്മിറ്റി ഓൾറെഡി ഇത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിഷൻ 2 ഡിസംബർ 2025 ആണ്. സോ അതിന് മുമ്പേ തന്നെ നമ്മുടെ എല്ലാ റെസ്പോൺസസും നമ്മൾ സബ്മിറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ അവരിത് കൺസിഡർ ചെയ്യത്തുള്ളൂ ഫോർ റിവ്യൂ. കറൻ്റ്ലി UKയിലുള്ള ആർക്ക് വേണമെങ്കിലും ഇതിന് ഒരു റെസ്പോൺസസ് കൊടുക്കാൻ പറ്റുന്നതാണ്. നമ്മളിപ്പോൾ ILRന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ മാത്രമല്ല ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാൻ പറ്റും. UKയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ ILR എന്ന് പറയുന്ന ഒരു മൈൽ സ്റ്റോൺ തന്നെയാണ്. സോ ഇഫ് ഈ പുതിയ റൂള് വന്നു കഴിഞ്ഞാൽ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് വരാൻ പോകുന്ന നമ്മുടെ സ്ട്രഗിൾസും അതുപോലെ നമ്മുടെ റിയൽ സ്റ്റോറീസും ഒക്കെയാണ് അവർ ഈ ഒരു റെസ്പോൺസിൽ കൂടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. 2 തീമിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് മെയിൻലി ഇവർ ചോദിച്ചേക്കുന്നത്. സോ ആദ്യത്തെ തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുതിയ പ്രപ്പോസ്ഡ് റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 to 10 ഇയേഴ്സിലോട്ട് ഉള്ള മാറ്റം നമ്മളെ ആൾക്കാരെ എങ്ങനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളതും. രണ്ടാമത്തെ തീം എന്ന് പറയുന്നത് ന്യൂ സെറ്റിൽമെന്റിനെ കുറിച്ചിട്ടുള്ള ഐഡിയാസ്. ഈ ഏൺഡ് സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ബേസിക്കലി നമ്മൾ UKക്ക് വേണ്ടി എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അവർ അതിനകത്തൂടെ, അത് പല ഫാക്ടേഴ്സിലായിരിക്കും അവർ ചെക്ക് ചെയ്യുന്നത്. സോ അതിനെക്കുറിച്ചിട്ടുള്ള ഐഡിയാസ് ആണ് അവർ രണ്ടാമത്തെ ഈ തീമിൽ ചോദിക്കുന്നത്. സോ നമ്മുടെ ആദ്യത്തെ തീം എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഇമ്പാക്ട് ഓഫ് ചേഞ്ചസ് ടു പാത്വേസ് ടു സെറ്റിൽമെന്റ് ആണ്. അപ്പോൾ അതിനകത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമിഗ്രേഷനിലും റേറ്റ് ഓഫ് സെറ്റിൽമെന്റിലും ഈ പാത്വേ കാരണം വരുന്ന ഇമ്പാക്ട് എന്തായിരിക്കും എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഈ പർട്ടിക്കുലർ ലോങ്ങർ റൂട്ട് ടു സെറ്റിൽമെന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബിസിനസ്സിനെയും അതുപോലെ എംപ്ലോയേഴ്സിനെ എങ്ങനെ അത് എഫക്റ്റ് ചെയ്യും, ഇൻക്ലൂഡിങ് നമ്മുടെ ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ്സ് ഓഫ് ഹൈ സ്കിൽഡ് വർക്കേഴ്സിനെ എങ്ങനെ അത് ഇമ്പാക്റ്റ് ചെയ്യുന്നുള്ളതാണ്. മൂന്നാമത്തേതെന്ന് പറയുന്നത് ഇപ്പോൾ ഓൾറെഡി UKയിൽ ഉള്ള ആൾക്കാർക്ക് ഈ ലോങ്ങർ റൂട്ട്സ് വന്നു കഴിഞ്ഞാൽ അവരെ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുന്നുള്ളതാണ്. അതിൻ്റെ അടിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനകത്ത് ഒരെണ്ണം എന്ന് പറയുന്നത് അവരെ ഫിനാൻഷ്യലി എക്കണോമിക്കലി എങ്ങനെ അത് ഇമ്പാക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ അവർ പറയുന്നത് പേഴ്സണലി സോഷ്യലി എങ്ങനെ അതിനെ ഇമ്പാക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് തീം എന്ന് പറയുന്നത് ന്യൂ ഏൺഡ് സെറ്റിൽമെന്റ് റൂൾസിനെ എങ്ങനെ അവർ ക്വാണ്ടിഫൈ ചെയ്യും എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ബേസിക്കലി അവരതിനകത്ത് ചോദിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഹൗ ഷുഡ് ലോങ് ടേം കോൺട്രിബ്യൂഷൻ ടു ദ UK ബി ഡിഫൈൻഡ് ആൻഡ് ക്വാണ്ടിഫൈഡ്. എന്നിട്ട് അവർ അതിൻ്റെ ഇടയിൽ കുറച്ച് പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഈ ഏത് ഫാക്ടേഴ്സിൻ്റെ മുകളിലായിരിക്കണം നമ്മുടെ ഈ പോയിന്റ്സ് അവർ തരണ്ടേ എന്നുള്ളത്. സോ അതിനകത്ത് കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ ആൻഡ് കമ്മ്യൂണിറ്റി കോൺട്രിബ്യൂഷൻസ്, അതുപോലെ എക്കണോമിക് ആൻഡ് ഫിസിക്കൽ കോൺട്രിബ്യൂഷൻസ്, പിന്നെ ഈ പുതിയ റൂളിൽ നിന്ന് ആരെങ്കിലും എക്സെപ്റ്റ് ചെയ്യേണ്ടതുണ്ടോ, അതുപോലെ ഏതെങ്കിലും കൺട്രീസ് ഈ കോൺട്രിബ്യൂഷൻ ബേസ്ഡ് സിസ്റ്റം ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് അറിയാവോ എന്നുള്ളതൊക്കെയാണ് ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസ്. ഈ പബ്ലിക് കൺസൾട്ടേഷനിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഈ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിൽ നിന്ന് മിനിമം 1 ക്വസ്റ്റ്യൻ എടുത്ത് നമുക്ക് റെസ്പോണ്ട് ചെയ്താൽ മതി. ആണ് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട പേജ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പം ഈ പർട്ടിക്കുലർ ഞാൻ നേരത്തെ റീഡ് ഔട്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. സോ ഇതിൽ നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത പേജിലോട്ട് പോകും. സോ ഇതിനകത്ത് നമ്മൾ ഈ എവിഡൻസ് എഴുതേണ്ട കുറച്ച് ക്രൈറ്റീരിയാസൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ബേസിക്കലി അവർ പറയുന്നത് കൺസൈസ് ആയിട്ട് ഷോർട്ടായിട്ട് എഴുതുക. പക്ഷേ ഇൻ കേസ് നിങ്ങളുടെ
എവിഡൻസ് 3000 വേർഡ്സിൻ്റെ മുകളിലാണെങ്കിൽ നിങ്ങളൊരു ഷോർട്ട് സമ്മറിയും കൂടെ അതിനകത്ത് ഇൻവോൾവ് ചെയ്യണം. അതിനകത്ത് ഒരു ഷോർട്ട് സമ്മറി, സോ അവർക്കത് പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോർട്ട് സമ്മറിയും കൂടെ എഴുതണം. അതുപോലെ നിങ്ങൾ എഴുതുമ്പം നിങ്ങളുടെ ഒരു ഇൻട്രൊഡക്ഷനോ, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഇൻട്രൊഡക്ഷനോ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനോ ആയിട്ട് എഴുതുവാണെങ്കിൽ അതിനെക്കുറിച്ചുള്ളൊരു പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. ആൻഡ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ എവിഡൻസ് സബ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു റീസണും കൂടെ കൊടുക്കുക. പിന്നെ നിങ്ങളിത് അപ്ലോഡ് ചെയ്യുമ്പം വേർഡിലോ അല്ലെങ്കിൽ ODT അല്ലെങ്കിൽ RTF എന്ന ഡോക്യുമെൻറ്റിൽ വേണം അപ്ലോഡ് ചെയ്യാൻ വേണ്ടി. ആൻഡ് ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 25 MB. ലോഗോസ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും പാടില്ല. അതുപോലെ അതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും. ഒന്ന് റീഡ് ത്രൂ ചെയ്തിട്ട് നെക്സ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് ഇത് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഹോം AFFCOM@parliament.uk എന്ന ഇമെയിൽ അഡ്രസ്സിലോട്ട് നിങ്ങൾക്ക് മെയിൽ ചെയ്യാം. അല്ലെങ്കിൽ ഈ കൊടുത്തേക്കുന്ന ഫോൺ നമ്പറിലോട്ട് വിളിച്ച് നിങ്ങൾക്ക് എൻക്വയറീസ് നടത്താനും പറ്റും. അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യാം. അത് കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പം നിങ്ങൾ എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യുന്നത്? ഇൻഡിവിജ്വൽ ആയിട്ടാണോ, ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണോ, ഓർഗനൈസേഷനോ, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഓർഗനൈസേഷൻ എന്നുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏത് രീതിക്കാണോ സബ്മിറ്റ് ചെയ്യാൻ പോകുന്നത് ആ പർട്ടിക്കുലർ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഇൻഡിവിജ്വൽ ആണ് കൊടുക്കുന്നത്. മാക്സിമം ഇൻഡിവിജ്വൽസ് ആയിട്ട് സബ്മിറ്റ് ചെയ്താൽ നമുക്ക് കൂടുതൽ റെസ്പോൺസസ് കിട്ടും. അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് അവരവിടെ ചോദിക്കുന്നത്. സോ അതെല്ലാം എൻറ്റർ ചെയ്യുക, എന്നിട്ട് കണ്ടിന്യൂ ചെയ്യാം. സോ ഇവിടെയാണ് നമ്മൾ ഏത് ഡോക്യുമെൻറ്റിലാണോ എഴുതിയേക്കുന്നത് ആ പർട്ടിക്കുലർ ഫയൽ ഇവിടെ അറ്റാച്ച് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാം. ആൻഡ് അത് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഡോക്യുമെന്റ് എഴുതുമ്പോൾ നിങ്ങൾ ഇതിനകത്ത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, ലൈക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ BRP ഡീറ്റെയിൽസോ അങ്ങനത്തെ വിസ ഡീറ്റെയിൽസോ ഒന്നും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് അത് അവർ ചിലപ്പം നിങ്ങളുടെ ഈ റെസ്പോൺസ് അവർ പബ്ലിഷ് ചെയ്യാനും ചാൻസസ് ഉണ്ട്. സോ അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാൻ പാടില്ല. ഈ വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ സബ്മിഷൻ, ഇതിൻ്റെ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് December 2 ആണ്. സോ ആഫ്റ്റർ December 2 ഇവർ ഈ കൊടുത്ത റെസ്പോൺസസ് മുഴുവൻ റിവ്യൂ ചെയ്യുകയും അതിന് ചില റെസ്പോൺസസ് പബ്ലിഷ് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് ഇതിന് കിട്ടിയ റെസ്പോൺസസ് അനുസരിച്ചിട്ടായിരിക്കും ഈ പർട്ടിക്കുലർ സജഷൻ അവർ റൂൾ ആക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ റൈറ്റ് ടൈം ടു ആക്ട്. നമ്മുടെ റെസ്പോൺസസ്, നമ്മുടെ റിയൽ എക്സ്പീരിയൻസസ്, സ്റ്റോറീസ് ഒക്കെ അവരെ എഴുതി അറിയിക്കുക. ഈ ഇൻഫർമേഷൻ മാക്സിമം ആൾക്കാരിലോട്ട് എത്തിക്കുക. നമുക്ക് അധികം സമയമില്ല, ശരിക്കും പറഞ്ഞാൽ 1 മാസമേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ റെസ്പോൺസസ് ഗവൺമെന്റിന് കിട്ടട്ടെ, അത് നല്ലൊരു ഡിസിഷൻ അവർ മേക്ക്. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് പ്ലീസ് ഡു ലൈക്ക് മൈ വീഡിയോസ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.